വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കാണുന്ന പോലെ തന്നെ കൊച്ചി ടു ട്രിവാൻഡ്രം പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇത് ശരിക്കും എടുത്തു വെച്ചിട്ട് കുറച്ചധികം നാളുകളായി. പെരുന്നാളിന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒക്കെ മടി കാരണം ഇതിങ്ങനെ നീണ്ടു പോകുമായിരുന്നു കേട്ടോ. രാവിലെ 5:30 നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. ഇപ്പോൾ കളമശ്ശേരി ടു എറണാകുളം ജംഗ്ഷൻ രാവിലെ എത്തുന്നത് ടാസ്ക് ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസമേ ഊബർ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജംഗ്ഷനിലെത്തി. എത്തിയ പാട് തന്നെ നല്ല ചായയൊക്കെ കുടിക്കാനുണ്ടോ, കാരണം കണ്ണിലിങ്ങനെ ഉറക്കം നിൽക്കുകയാണ്. തലേ ദിവസം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഉറങ്ങണ്ടെന്നങ്ങ് വിചാരിച്ചു. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് എണീക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഉറങ്ങാണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിൽ ഇരുന്നോ ഉറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ പണി ചെറുതായിട്ട് പാളിയ പോലെയാണ് തോന്നിയത്, കാരണം രാവിലെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. ട്രെയിനിൽ കയറിയിട്ട് ഉടനെ തന്നെ ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ അത്യാവശ്യം ലഗേജ് കയ്യിലുള്ളതാണ് ഒരു സീൻ. നമുക്കിതും തൂക്കി പിടിച്ചിങ്ങനെ നടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു. 2-3 ദിവസത്തെ ട്രിപ്പാണ്, 2-3 ദിവസത്തെ പോകുന്നുള്ളൂ വീട്ടിൽ. പക്ഷേ കയ്യിലിരിക്കുന്ന ലഗേജ് കണ്ടാൽ 1 മാസത്തേക്ക് അവിടെ നാട് വിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ തൂക്കി പിടിച്ച് നമ്മൾ പ്ലാറ്റ്ഫോം എത്തി. 1 എത്തിയപ്പോഴത്തേക്ക് അനൗൺസ് ചെയ്തു 3-ലാണ് നമ്മൾ ട്രെയിൻ വരുന്നതെന്ന്. അപ്പോൾ അതുവരെ ആളനക്കൊന്നും ഇല്ലാതിരുന്ന സ്റ്റേഷനിൽ പിന്നെ തുരുതുര ആൾക്കാരായി കേട്ടോ. ആ ട്രെയിനിൽ കയറാനുള്ളവരാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഭാഗ്യമായി. ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ജനറലിൽ തൂങ്ങിപ്പിടിച്ച് പോയിട്ട് വന്നേനെ. പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് പിന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിൻ വന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ടൈമിലായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കോച്ച്, അവർക്ക് 2 പേർക്കും വേറെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ ഞാൻ വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. കയറിയ പാടെ കിട്ടിയ സീറ്റിലിരുന്നിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നു കേട്ടോ. കണ്ണടച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് ഉറക്കുന്നത് കൊല്ലം കഴിഞ്ഞപ്പോഴോ വർക്കല എത്താറായപ്പോഴോ എങ്ങാണ്ടാണ് കേട്ടോ. അവസാനം നമ്മൾ വർക്കല സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ശാക്ര വർക്കല ഇറങ്ങി. റേച്ചൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം പോയിട്ടേ തിരിച്ച് വീട്ടിൽ വരുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ശാക്ര വർക്കല ഇറങ്ങി കേട്ടോ. പിന്നെ വർക്കല നമുക്ക് ജസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിന് അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടും, ആറ്റിങ്ങൽ ബസ് കിട്ടും. ബസ്സൊക്കെ എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് വേറെ ടാസ്ക്കൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നില്ല, അപ്പോൾ തന്നെ നമുക്ക് ആറ്റിങ്ങൽ ബസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ യാത്രയുണ്ട് ആറ്റിങ്ങലേക്ക്. പ്രൈവറ്റ് ബസ്സല്ലേ, അപ്പോൾ അവിടെ നിർത്തി പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ അവസാനം നമ്മൾ ആറ്റിങ്ങിലെത്തി. ഏതാണ്ടൊരു നട്ടുച്ചയ്ക്കായപ്പോഴാണ് നമ്മൾ ആറ്റിങ്ങിലെത്തിയത്. നല്ല പൊരി വെയിലത്തായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് ബസ്സിൽ കയറി. ബസ്സിലും പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന ബസ്സിലാണ് കയറിയത്. അപ്പോൾ അത് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെ ആകെ മൊത്തം നമ്മളിങ്ങനെ ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അവസാനം പിന്നെ ബസ് എടുത്തു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വന്ന് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ കിടക്കുന്നു PWയുടെ വർക്ക് ഇൻ പ്രോഗ്രസ്. അവിടെ നിന്ന് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം റോഡ് പൊളിച്ചിട്ടേക്കാനാട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോയിലും പോകാൻ പറ്റത്തില്ല വീട്ടിലേക്ക്. ഈ കണ്ട ഭാരങ്ങളൊക്കെ തൂക്കി പിടിച്ച് വീട് വരെ നടക്കണം. ഇതേപോലെ പൊളിച്ചിട്ടേക്കാനാട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. കയ്യിലാണെങ്കിൽ ലഗേജും ഉണ്ട്. ഇപ്പോഴത്തെ അവിടെ നിന്ന് വാങ്ങിയ ഫ്രൂട്ട്സും കയ്യിലുണ്ട്. ആകെ വിയർത്ത് കുളിച്ച് നാശമായിട്ടാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്, ഇതിൽ കൂടെ നടക്കാനും നല്ല രസമാണ്. പക്ഷേ ഈ വെയിലില്ലെങ്കിൽ സൂപ്പറാണ്. ഒരു വൈകിട്ട് ടൈമിലൊക്കെയാണ് നമുക്ക് ഈ വഴി കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ വെയിലത്ത് അൺസഹിക്കബിൾ. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മൾ ഏകദേശം വീടിൻ്റെ അറ്റമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 15 മിനിറ്റ് നടന്നു. നമ്മൾ 10 മിനിറ്റേ ഉള്ളൂ, പക്ഷെ നമ്മളിങ്ങനെ ടയേർഡായിട്ട് പതിയെ നടന്നുകൊണ്ട് 15 മിനിറ്റോളം ഏകദേശം എടുത്തു. ആ കാണുന്ന വൈറ്റ് വീടില്ലേ, അതാണ് നമ്മുടെ വീട് കേട്ടോ. ഫ്രണ്ടിൽ ഇതൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. കുളം ഉണ്ട്, പക്ഷെ അത് പണ്ട് നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ആരൊക്കെയോ പായലൊക്കെ വാരിയിട്ടത് അതിൻ്റെ ഭംഗിയൊക്കെ പോയി. ഇനി ശരിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമൊന്നും അല്ല, നമ്മൾ ഏകദേശം ഒരു 2 മാസം മുന്നേ കണ്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ. എങ്കിലും വീട്ടിൽ വരുന്നത് കുറച്ച് സ്പെഷ്യലാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലേക്ക് കയറിയാണ്. വീട്ടിൽ കയറുമ്പോൾ ആദ്യം നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാളാണ് നമ്മുടെ മൗഗ്ലി. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി. മമ്മു മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഞാൻ അവനോട് കെഞ്ചി പറഞ്ഞ് കുറച്ച് വെള്ളം കലക്കി തരാൻ വേണ്ടി പറയാണ് കേട്ടോ. പക്ഷെ അവൻ ചെയ്തു തരും, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അവൻ ചെയ്തു തരും. പക്ഷേ നമുക്ക് വന്ന് കയറി ഉടനെ വെള്ളം കുടിക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവൻ നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കി തന്നു. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വ്ളോഗിൽ. അത് കഴിഞ്ഞ് ഉമ്മച്ചി ഉണ്ടാക്കി വെച്ച നല്ല ഊണും കഴിച്ച് പിന്നെ ഒരു റെസ്റ്റ്, പിന്നെ ഉറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ വ്ളോഗും അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും ഒക്കെ കാണണം, മറക്കണ്ട.